വയനാട് ദുരിതബാധിതർക്ക് 25 വീട് നിർമ്മിക്കാനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ എറണാകുളം സൗത്തിൽ നടത്തിയ തട്ടുകടയെ ചൊല്ലി തർക്കം നടന്നത്. ഡിവൈഎഫ്ഐയുടെ തട്ടുകട അനധികൃതമാണെന്നും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു കൊച്ചി കോർപ്പറേഷനിലെ ബിജെപി കൗൺസിലർ പത്മജ എസ് മേനോൻ രംഗത്ത് വന്നത്. ഇത് വാക്കുതർക്കത്തിന് ഇടയാക്കി. ലൈസൻസ് ഇല്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് തട്ടുകട പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പത്മജ എസ് മേനോൻ പ്രതിഷേധിച്ചത്. ഇവരെ എതിർത്തുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും രംഗത്തെത്തിയതോടെ പോലീസിനും വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. വയനാട് ഫണ്ട് സ്വരൂപിക്കാനെന്ന ഡിവൈഎഫ്ഐ ഫുട്പാത്ത് കയ്യേറി അനധികൃത ഭക്ഷണ വിൽപ്പന നടത്തിയതാണ് കൗൺസിലർ ചോദ്യം ചെയ്തത്. ഇത് എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. കൊച്ചി കോർപ്പറേഷനിലെ ബിജെപി പ്രതിനിധി പത്മജ എസ് മേനോനായിരുന്നു ഡിവൈഎഫ്ഐയുടെ നടപടി ചോദ്യം ചെയ്തത്. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മോശമായി പെരുമാറിയെന്നാണ് പരാതി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ഭക്ഷണ വിൽപ്പന നടത്തേണ്ടതെന്ന് ഡിവിഷൻ കൗൺസിലർ ചൂണ്ടിക്കാണിച്ചതാണ് ഡിവൈഎഫ്ഐയെ പ്രകോപിപ്പിച്ചത്. കൗൺസിലറെ പിന്തുണച്ചയാളെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിന് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസിൽ പത്മജ എസ് മേനോൻ പരാതി നൽകി. ഇത് സംബന്ധിച്ച വീഡിയോയും കുറിപ്പും പത്മജ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സൗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ എല്ലാ പെട്ടിക്കടകൾക്കും ലൈസൻസ് ഉണ്ടോ, അതിലെ ഗ്യാസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ റോഡിലേക്ക് കാലൊക്കെ നാട്ടിവച്ചിട്ട് ഫുട്പാത്ത് മുഴുവൻ എടുത്ത് ഒരു തട്ടുകട നടത്തുന്നു. വയനാട് ദുരിതാശ്വാസം എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ലൈസൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ലൈസൻസ് ഇല്ല, കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെയാണല്ലോ കൊച്ചിൻ കോർപ്പറേഷനും ഭരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ വഴി ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ തുടർന്ന് അവർ ഇനി പറയാനൊന്നും ബാക്കിയില്ല. 2 പൊറോട്ടയും ബീഫും എൻ്റെ വായിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒരു മുൻ പരിചയവും ഇല്ലാത്ത ഒരാൾ എൻ്റെ സമീപം കുറച്ചു നേരമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീ ഒന്നും നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, പിന്നെന്തിനാണ് അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് എന്ന്. കുറച്ചു നേരം കൂടെ എൻ്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം നടന്നുപോയി. ഇവർ പിന്തുടർന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചു. എനിക്ക് തരാനുള്ളത് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രം. അതേസമയം ഞങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പ്രതികരിച്ചു. ഡിവൈഎഫ്ഐ എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്തിൽ താൽക്കാലിക ജനകീയ തട്ടുകട ആരംഭിച്ചത്. ഡിവൈഎഫ്ഐ സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച ജനകീയ തട്ടുകടയിൽ നിന്ന് ആദ്യ ദിവസം 24,000 രൂപ ഫണ്ടിലേക്ക് ലഭിച്ചിരുന്നു. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ സംഭാവനയായി നൽകുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള ഡിവൈഎഫ്ഐ ഫണ്ടിലേക്കാണ് നൽകുന്നതെന്ന് ബ്ലോക്ക് സെക്രട്ടറി അമൽ സോഹൻ പറഞ്ഞു. ദുരിതബാധിതരെ സഹായിക്കാനുള്ള പദ്ധതിയെ തകർക്കാനാണ് ബിജെപി കൗൺസിലർ ശ്രമിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. അതേസമയം കോർപ്പറേഷൻ വഴിയോര ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡമുണ്ടെന്ന് കൗൺസിലർ പത്മജ എസ് മേനോൻ പറഞ്ഞു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയോരത്ത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഗ്യാസ് സിലിണ്ടർ വച്ചാണ് പാചകം നടത്തുന്നത്. ലൈസൻസ് ഇല്ലാതെ തട്ടുകട പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകാനാവില്ലെന്നും കൗൺസിലർ പറഞ്ഞു. ഇന്നലെ തട്ടുകട നടത്തിയ പ്രദേശത്ത് ഭക്ഷ്യാവശിഷ്ടങ്ങൾ തള്ളുകയും ചെയ്തിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച പത്മജ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിനും പരാതി നൽകിയിട്ടുണ്ട്.